നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഒരുപാട് റിവിഷൻ വീഡിയോകൾ അങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ഹിന്ദിയും മലയാളവും ഒക്കെ ചെയ്തിരുന്നു. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എല്ലാ സബ്ജക്റ്റുകളുടെയും റിവിഷൻ വീഡിയോകളും വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ ഈ വരുന്ന വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്രീസിയേഷൻ ചോദ്യങ്ങൾ എങ്ങനെ നേരിടണം അല്ലെങ്കിൽ എങ്ങനെ എഴുതണം എന്നതിനെ കുറിച്ചിട്ടാണ്. 12 മാർക്കിന് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. ഫോക്കസ് ഏരിയയിൽ 2 പാഠങ്ങൾ ഇന്നായിരിക്കും അപ്രീസിയേഷൻ വരിക എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അപ്രീസിയേഷൻ ചോദ്യം വന്നാൽ എങ്ങനെ ഉത്തരം എഴുതാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കാരണം മോഡൽ എക്സാമിനൊക്കെ 2 അപ്രീസിയേഷനും വന്നിരുന്നു, 2 ഫോക്കസ് ഏരിയയിൽ നിന്നായിരുന്നു. ഇതും അങ്ങനെ തന്നെയാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അപ്രീസിയേഷൻ്റെ ചോദ്യങ്ങളെ എങ്ങനെ അറ്റൻഡ് ചെയ്യാം, അതിന് 2 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം, സ്വന്തമായിട്ട് അപ്രീസിയേഷൻ എഴുതുന്നവർക്ക് എളുപ്പത്തിൽ എഴുതാനുള്ള ഒരു ട്രിക്ക്, അതായത് അല്ലെങ്കിൽ ബൈഹാർട്ടൊന്നും പഠിച്ചു വെച്ചിട്ടില്ല, സ്വന്തമായി തന്നെ എഴുതണം, അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു ട്രിക്കാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. അതാണ് ആദ്യം വീഡിയോയിൽ കാണിക്കുക. അവർക്ക് ചില പ്രത്യേക വാചകങ്ങളൊക്കെ ഉപയോഗിച്ച് എങ്ങനെ ഒരു അപ്രീസിയേഷൻ എഴുതിയെടുക്കാമെന്നാണ് കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ള ഫോക്കസ് ഏരിയയിലെ 2 പാഠങ്ങളുടെയും സിമ്പിളായിട്ടുള്ള 2 അപ്രീസിയേഷൻസും അതിൻ്റെ മലയാളം എന്താണ് എന്നും ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം എങ്ങനെയാണത് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കത് ഗുണകരമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി വീഡിയോയിൽ ഞാനല്ല, സ്ക്രീനിൽ അപ്രീസിയേഷനാണ് കാണിക്കുക, അല്ലെങ്കിൽ ആ ട്രിക്കുകളും കാര്യങ്ങളും കാണിക്കുക. എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ. അപ്രീസിയേഷൻ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കൃത്യമായ രീതിയിൽ അതിൻ്റെ ഉത്തരം എഴുതാൻ സഹായിക്കുന്ന ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു ടിപ്പാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ആദ്യമേ പറയട്ടെ, ഞാൻ തയ്യാറാക്കിയതല്ല, ഇത് മറ്റൊരു അധ്യാപകൻ തയ്യാറാക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ അവസാനം തീർച്ചയായിട്ടും സൂചിപ്പിക്കാം. ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. അപ്രീസിയേഷൻ എഴുതി കുറേ ഭാഗങ്ങൾ നീല നിറത്തിലും കുറേ ഭാഗങ്ങൾ കറുപ്പ് നിറത്തിലും എഴുതിയിട്ടുണ്ട്. ആ നീല നിറത്തിൽ എഴുതിയ ഭാഗങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതേണ്ടതാണ്. അതായത് അപ്രീസിയേഷൻ്റെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ നീല നിറത്തിൽ കൊടുത്ത രൂപത്തിൽ അപ്രീസിയേഷൻ എന്ന് ഹെഡിങ് എഴുതിയ ശേഷം ദീസ് ലൈൻസ് ആർ ഫ്രം ദി പോയം എന്ന് എഴുതുക. തീർച്ചയായിട്ടും ചില ലൈൻസ് കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. ദീസ് ലൈൻസ് ആർ ഫ്രം ദി പോയം എന്ന് ആദ്യം ആൻസർ ഷീറ്റിൽ എഴുതുക. തുടർന്ന് നമുക്ക് ഡാഷ് കാണാൻ കുറേ കുത്തുകൾ ഇട്ടിരിക്കുന്നു. അവിടെ നിങ്ങൾ എഴുതേണ്ടത് ഏതാണ് ആ ഒരു കവിതയുടെ പേര്, ആ പോയത്തിൻ്റെ പേര് എന്നാണ്. ഇപ്പോൾ ലൈൻസ് റിട്ടൺ എർലി സ്പ്രിംഗ് ആണെങ്കിൽ ദീസ് ലൈൻസ് ആർ ഫ്രം ദി പോയം ലൈൻസ് റിട്ടൺ എർലി സ്പ്രിംഗ്. തുടർന്ന് കമ്പോസ്ഡ് ബൈ ദി ഫേമസ് പോയറ്റ്, അതും ശരിക്കും നീളത്തിൽ എഴുതേണ്ടതായിരുന്നു. അത് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതേണ്ടതാണ്. കമ്പോസ്ഡ് ബൈ ദി ഫേമസ് പോയറ്റ് എന്നതിന് ശേഷം ഏതാണോ കവിതയുടെ പേര് അത് എഴുതുക. തുടർന്ന് നിങ്ങൾ എഴുതേണ്ട വരിയാണ് കൊടുത്തിരിക്കുന്നത്. ദ പോയം ഈസ് റിച്ച് വിത്ത് പോയറ്റിക് ടച്ചസ് ആൻഡ് ഇഫക്ട്സ്. ദ തീം ഓഫ് ദി പോയം ഈസ്. ഇത്രയും എഴുതുക. ഇത്രയും ഭാഗം നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതുക. അത് ഏത് പോയം വന്നാലും നിങ്ങൾക്ക് ഈ വരികൾ എഴുതാവുന്നതാണ്. ഇത്രയും എഴുതിയ ശേഷം നമുക്കറിയാം ആ ഒരു പോയത്തിൻ്റെ ലൈൻസിൽ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ ഏകദേശം എന്താണെന്ന് നിങ്ങൾക്ക് ധാരണ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ അറിയാം ഈ 2 പോയങ്ങൾ മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതിന് 2ൻ്റെയും തീം എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഹ്യൂമൻ ബീങ്സും നേച്ചറും ഒക്കെ കടന്നു വരുന്നതാണ്. അല്ലെങ്കിൽ നേച്ചർ എങ്ങനെയാണ്, നേച്ചറുള്ള മറ്റ് ജീവികൾ ഏത് രീതിയിലാണ് നേച്ചറിനെ കാണുന്നതെന്നും മനുഷ്യൻ നേച്ചറിനോട് കാണിക്കുന്നതൊക്കെയാണ് ആദ്യത്തെ പോയം. അതുപോലെ 2 പോയത്തിൻ്റെയും കണ്ടൻറ്റ് അല്ലെങ്കിൽ തീം ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എഴുതിയ ശേഷം ആ തീം നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ ആ വരികളിലെ കണ്ടൻറ്റ് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ദ പോയം ഈസ് റിച്ച് വിത്ത് പോയറ്റിക് ടച്ചസ് ആൻഡ് എഫക്ട്സ്. ദ തീം ഓഫ് ദി പോയം ഈസ് എന്ന് കഴിഞ്ഞിട്ട് ആ തീം മാത്രം എഴുതി വെക്കുക. തുടർന്ന് അത് എഴുതിയ ശേഷം ത്രൂ ദീസ് ലൈൻസ് ദ പോയറ്റ് ട്രൈസ് ടു സേ ദാറ്റ് എന്ന് പറയുന്ന ഈ ലൈൻ വീണ്ടും എഴുതുക. അതിനുശേഷം വീണ്ടും ഡാഷ് കൊടുത്തിരിക്കുന്നു. അവിടെ ആ പോയത്തിൻ്റെ കൊടുത്തിരിക്കുന്ന വരികളുടെ തീം ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾ എഴുതുക. ഒന്ന് ചുരുക്കി എഴുതുക. ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ ഇൻ മൈ ഒപ്പീനിയൻ ദ പോയറ്റ് ഹാസ് സക്സീഡഡ് ടു മേക്ക് ദ തീം എക്സാക്ട്ലി ക്ലിയർ ടു അസ് എന്നും കൂടി എഴുതുക. അതായത് ഈ ബ്ലൂ നിറത്തിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സ് അല്ലെങ്കിൽ സെൻറ്റൻസ് നിങ്ങൾ തീർച്ചയായിട്ടും അതേപോലെ പഠിച്ചു വെക്കുക. കാരണം അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ബാക്കി ഭാഗത്ത് നിങ്ങൾ കവിയുടെ പേര്, ഇത്തരം കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് തീം ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതേപോലെ കമ്പോസ്ഡ് ബൈ ഫേമസ് പോയറ്റ് എന്ന് മുകളിൽ 2ാമത്തെ ലൈനിൽ കാണാം. അത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ്. അതും ബ്ലൂ നിറത്തിൽ വരേണ്ടതാണ്. അത് എന്തൊരു മിസ്റ്റേക്ക് കൊണ്ട് അവർ കൊടുക്കാതെ പോയതാണ്. അത്രയും ഭാഗങ്ങൾ നിങ്ങളൊന്ന് അതേപോലെ പഠിക്കുക. ഇനി ഇത് മാത്രം മതിയാവില്ല. നമുക്കറിയാം റൈമിംഗ് വേർഡ്സ്, അതേപോലെ ആ പോയത്തിൽ ഒരുപാട് പോയറ്റിക് ഡിവൈസുകളൊക്കെ ഉണ്ടാവും. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദ റൈമിംഗ് വേർഡ്സ് ഇൻ ദീസ് ലൈൻസ് ആർ. കാരണം നിങ്ങൾക്ക് ബ്ലൂ കളറിൽ എഴുതിയത് കാണാം. അത് അതേപോലെ എഴുതി വെക്കുക. ദ റൈമിംഗ് വേർഡ്സ് ഇൻ ദീസ് ലൈൻസ് ആർ എന്നതിന് ശേഷം ആ പോയത്തിലെ റൈമിംഗ് വേർഡ്സ് കണ്ടെത്തി
റൈമിംഗ് വേർഡ്സ് കണ്ടെത്തുക, റൈം സ്കീമും നമ്മൾ എഴുതുക. അതേപോലെ പോയത്തിൽ കൊടുത്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസ്, അലിട്രേഷൻ, സിമിലി എങ്കിൽ സിമിലി, ഇത്തരം കാര്യങ്ങൾ ഏതാണ് എന്നുള്ളത് നോക്കിയ ശേഷം ദ പോയറ്റ് അപ്ലൈസ് അലിട്രേഷൻ ബൈ യൂസിങ് ദ വേർഡ്സ്. നിങ്ങൾക്ക് അറിയാം അലിട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ലൈനിൽ രണ്ടോ രണ്ടിലധികമോ വാക്കുകൾ ഒരേ ശബ്ദത്തിൽ ആരംഭിച്ച അലിട്രേഷൻ. ഉദാഹരണത്തിന് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അവിടെ 3 വേർഡ്സ് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്ന് പറയുന്നുണ്ട്. മെയ്ഡ് ഓഫ് മാൻ എന്നൊക്കെ പറയുന്നത് ഒരേ ശബ്ദം, എന്ന ശബ്ദം റിപ്പീറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. അത്തരം അലിട്രേഷൻ വന്ന വേർഡ്സ് അവിടെ എടുത്ത് എഴുതുക. ഇനി സിമിലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. നമ്മുടെ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന പോയത്തിൽ ഒരു സിമിലി കൊടുത്തിട്ടുണ്ട്. അത് ഹീ ഡൈഡ് ആസ് മെറി ആസ് എ ബേർഡ്, അങ്ങനെ എന്തോ ആണ്, അതാണ് എൻ്റെ ഓർമ്മ. ഈ ഡൈഡ് ആസ് എ മെറി ആസ് എ ബേർഡ്, അതായത് പക്ഷിയെപ്പോലെ സന്തോഷത്തോടെ അദ്ദേഹം മരിച്ചു എന്നാണ്. അത് സിമിലിയാണ്. അങ്ങനെ സിമിലി ഉൾപ്പെടുന്ന വാക്കുകളും നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന വരികൾ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതുക. നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ PDF ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതേപോലെ എഴുതാം. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ച് വെക്കേണ്ട കാര്യങ്ങൾ. ഈ ബ്ലൂ നിറത്തിലുള്ള അതേപോലെ നിങ്ങൾ ബൈഹാർട്ടായിട്ട് പഠിച്ചിട്ട് ബാക്കി ഭാഗം നിങ്ങൾ ആവശ്യമുള്ളത് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് വേണ്ടത്. ഈ രൂപത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു അപ്രീസിയേഷൻ ഈ നമ്മുടെ ലൈൻസ് ഫ്രം ഏർലി സ്പ്രിങ്ങിലെ അപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കാണാം. ദീസ് ലൈൻസ് ആർ ഫ്രം ദി പോയം. നമ്മൾ നേരത്തെ ബ്ലൂ നിറത്തിൽ പഠിച്ചു വെച്ചതാണ്. ലൈൻസ് ഇൻ ഏർലി സ്പ്രിംഗ് കമ്പോസ് ബൈ ദി ഫേമസ് വില്യം വേർഡ്സ്വർത്ത്. ദ പോയം ഇസ് റിച്ച് വിത്ത് പോയറ്റിക് ടച്ചസ് ആൻഡ് എഫക്ട്സ്. ദ തീം ഓഫ് ദി പോയം ഇസ് നേച്ചർ. എന്താണോ ആ തീം അത് എഴുതുക. ത്രൂ ദീസ് ലൈൻസ് ദ പോയറ്റ് ട്രൈസ് ടു സേ ദാറ്റ്. നമുക്ക് കൊടുത്തിരിക്കുന്ന നിങ്ങൾക്കാണ് ഈ 4 വരികളുടെ 8ഓളം വരികളുടെ മീനിങ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കണ്ടന്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. The nature is full of pleasure and joy, but men try to get away from this joy. It brings them miseries. പിന്നീട് റൈമിംഗ് വേർഡ്സ് ഇൻ ദീസ് ലൈൻസ് ആർ ഫാൻ, ക്യാൻ, എയർ, ദെയർ, സെൻ, ലാമൻ ആൻഡ് പ്ലാന്റ്, മാൻ. ഏറ്റവും അവസാനം ദ പോയറ്റ് അപ്ലൈസ് അലിട്രേഷൻ ബൈ യൂസിങ് ദ വേർഡ്സ് മാൻ, മെയ്ഡ് എന്നും കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇത് ഒരു സിമ്പിൾ ട്രിക്കാണ് നിങ്ങൾക്ക് അപ്രീസിയേഷൻ എഴുതാനുള്ളത്. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അധികം വലിപ്പമില്ലാത്ത എന്നാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാവുന്ന 2 അപ്രീസിയേഷൻസ് ആണ്. അത് ഈ രൂപത്തിലല്ല, അത് മറ്റൊരു രൂപത്തിൽ എഴുതിയ അപ്രീസിയേഷൻ. അത് പൂർണ്ണമായ അപ്രീസിയേഷൻ തന്നെയാണ്. ഞാനത് വായിച്ചതിൻ്റെ മീനിങ്ങും നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന് മുൻപേ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലുള്ള അബ്ദുൽ ജമാൽ മാസ്റ്ററാണ്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി നമ്മൾ അറിയിക്കുന്നു. നല്ല ഒരു രീതിയാണിത്. കുട്ടികൾക്ക് എളുപ്പത്തിൽ അപ്രീസിയേഷൻ എഴുതാൻ കഴിയും. ഇനി നമുക്ക് മറ്റ് 2 അപ്രീസിയേഷൻസ് നോക്കാം. ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന പോയത്തിൻ്റെ ഒരു അപ്രീസിയേഷനാണ്. ദി ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ഈസ് എ ബാലഡ് റിട്ടൺ ബൈ W.B. Yeats. W.B. Yeats എഴുതിയ ഒരു ബാലഡാണ് ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. W.B. Yeats was a famous Irish poet who won Nobel Prize for Literature in 1923. 1923 നൊബേൽ പ്രൈസ് വിജയിച്ച ഒരു അയർലൻഡുകാരനായിട്ടുള്ള പോയറ്റാണ് W.B. Yeats. This poem tells the story of an old priest, ഫാദർ ഗില്ലിഗൻ. ഫാദർ ഗില്ലിഗൻ എന്ന പേരുള്ള ഒരു വൃദ്ധനായ പ്രീസ്റ്റ്, പുരോഹിതൻ്റെ കഥയാണ് ഈ പാഠഭാഗം പറയുന്നത്. ഫാദർ ഗില്ലിഗൻ വാസ് എ സിമ്പിൾ, കൈൻഡ് ആൻഡ് എ നോബിൾ പ്രീസ്റ്റ്. വളരെ സിമ്പിളായിട്ടുള്ള, ലളിത ജീവിതം നയിക്കുന്ന, ദയാലുവായിട്ടുള്ള, നല്ലവനായ ഒരു പ്രീസ്റ്റായിരുന്നു ഗില്ലിഗൻ. ഹീ ഈസ് എ മോഡൽ ഓഫ് സെൽഫ്ലെസ് സർവീസ്. നിസ്വാർത്ഥ സേവനത്തിൻ്റെ ഒരു മോഡൽ തന്നെയായിരുന്നു അദ്ദേഹം. ദർ വാസ് ആൻ എപ്പിഡമിക് ഇൻ ഹിസ് ഏരിയ. അദ്ദേഹത്തിൻ്റെ ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് ഒരു എപ്പിഡമിക്, ഒരു പകർച്ചവ്യാധി വരുന്നു. സം ഓഫ് ഹിസ് പീപ്പിൾ were in sick bed. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പലരും രോഗശയ്യയിലായിരുന്നു. സം ഓഫ് ഹിസ് പീപ്പിൾ were dead due to the epidemic. കാരണം അദ്ദേഹത്തിൻ്റെ പാരിഷിൽ ഒരുപാട് പേര് മരിച്ചു. ഹി വാസ് വെരി ബിസി വിത്ത് ഹിസ് ഫ്യൂണറൽ സർവീസസ് ആൻഡ് ലാസ്റ്റ് പ്രേയേഴ്സ്. വൺസ് ഹി കുഡ് നോട്ട് അറ്റൻഡ് എ ലാസ്റ്റ് പ്രേയർ. അദ്ദേഹം ഒരുപാട് തിരക്കിലായിരുന്നു. തിരക്ക് മീൻസ് ഫ്യൂണറൽ സർവീസുകൾ, അതായത് മരിച്ച ആളുകളുടെ ശവസംസ്കാര ചടങ്ങുകളിലും കൂദാശയിലുമൊക്കെ പങ്കിട്ട് വലിയ തിരക്കിലായിരുന്നു അദ്ദേഹം. ക്ഷീണിതനായതുകൊണ്ട് തന്നെ ഒരിക്കൽ ഒരു വ്യക്തിയുടെ അന്ത്യകൂദാശയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ബട്ട് ഗോഡ് സെൻഡ് ആൻ ഏഞ്ചൽ ഇൻ പ്ലേസ് ഓഫ് ഫാദർ ഗില്ലിഗൻ ടു ഡു ദ സർവീസ് ഫോർ ദി സിക്ക് മാൻ. പക്ഷേ ദൈവം അത് മനസ്സിലാക്കി എന്ത് ചെയ്തു? നമ്മുടെ പ്രീസ്റ്റായിട്ടുള്ള ഗില്ലിഗന് പകരം മറ്റൊരു മാലാഖയെ പറഞ്ഞു വിട്ടു. ദൈവം അദ്ദേഹത്തോട് കരുണ കാണിച്ചു. ദ പോയം ഷോസ് ഗോഡ്സ് ലവ് ടു ഹിസ് ഡിവോട്ടി ആൻഡ് ഗില്ലിഗൻസ് ഡീപ് റിലീജിയസ് ബിലീഫ്. ഈ പോയം പറയുന്നത് ഗില്ലിഗനോട് ദൈവത്തിനുള്ള അനുകമ്പയും ഗില്ലിഗൻ്റെ ദൈവവിശ്വാസവുമാണ്.
മതപരമായ വിശ്വാസവുമാണ്. ദ പോയം ഈസ് റിച്ച് വിത്ത് ഇമേജറീസ് ലൈക്ക് വിഷ്വൽ ഇമേജസ് ആൻഡ് ഓഡിറ്ററി ഇമേജ്. ഈ പോയത്തിൽ വിഷ്വൽ ഇമേജുകളും ഓഡിറ്ററി ഇമേജുകളും ഉണ്ട്. ദ പോയറ്റ് യൂസസ് വേരിയസ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ലൈക്ക് മെറ്റഫർ ആൻഡ് അലിട്രേഷൻ. മെറ്റഫറും അലിട്രേഷനും എല്ലാം ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ദ റൈം സ്കീം ഓഫ് ദി പോയം ഈസ് ABCB ആണ് ഈ പോയത്തിൻ്റെ റൈം സ്കീം. ദ പോയം ഈസ് മ്യൂസിക്കൽ ആൻഡ് ഗ്രമാറ്റിക്കൽ. ഈ പോയം മ്യൂസിക്കലുമാണ് ഗ്രമാറ്റിക്കലുമാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു അപ്രീസിയേഷനാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെഴുതാവുന്നതാണ്. നിങ്ങൾക്കിത് പഠിക്കാം. ഇതിൻ്റെ PDF ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ലൈൻസ് ഇൻ ഏർലി സ്പ്രിംഗ് എന്ന പോയത്തിൻ്റെ ഒരു അപ്രീസിയേഷൻ കൂടി പരിശോധിക്കാം. ദ ബ്യൂട്ടിഫുൾ പോയം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് വാസ് റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന പോയത്തിൻ്റെ അപ്രീസിയേഷനാണ്. ഈ മനോഹരമായ പോയം എഴുതിയിരിക്കുന്നത് വില്യം വേർഡ്സ്വർത്ത് ആണ്. ഹു ഈസ് നോൺ ആസ് എ റൊമാൻറ്റിക് ആൻഡ് നാച്ചുറൽ പോയറ്റ്. ഒരു റൊമാൻറ്റിക് ആൻഡ് നാച്ചുറൽ പോയറ്റ് ആയിരുന്നു അദ്ദേഹം. ദ തീം എക്സ്പ്രസ് ഇൻ ദി പോയം ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നേച്ചർ ആൻഡ് മാൻ. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമാണ് ഈ കവിതയിൽ, ഈ പോയത്തിൽ വിവരിച്ചിരിക്കുന്നത്. ദ സ്പീക്കർ ഓഫ് ദി പോയം ഈസ് പോയറ്റ് തന്നെയാണ് ഈ കവിതയിലെ സ്പീക്കർ. ഇറ്റ് ഈസ് എ ഗുഡ് നാച്ചുറൽ പോയം. ഇത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട മനോഹരമായ ഒരു പോയമാണ്. ദ പോയറ്റ് സിറ്റ്സ് ഇൻ എ ഗ്രൂവ് ഇൻ കാം ആൻഡ് റിലാക്സ്ഡ് മൂഡ്. പോയറ്റ് ഒരു തോട്ടത്തിൽ വളരെ കാമായിട്ട് ശാന്തമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഇൻ ദ സ്വീറ്റ് മൂഡ് നോട്ട് ഓൺലി പ്ലസൻറ്റ് തോട്ട്സ് ബട്ട് ഓൾസോ സാഡ് തോട്ട്സ് കെയിം ടു ഹിസ് മൈൻഡ്. ആ മനോഹരമായ മൂഡിൽ നല്ല ചിന്തകൾ മാത്രമല്ല മോശം ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മൈൻഡിലേക്ക് വന്നു. ഹി റിയലി എൻജോയ്സ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. ഇവിടെ റിയലി എൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്, REALLY ആണ്, ശ്രദ്ധിക്കുക. ഹി റിയലി എൻജോയ്സ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. പ്രകൃതിയുടെ സൗന്ദര്യം അദ്ദേഹം നന്നായിട്ട് ആസ്വദിക്കുന്നു. ബട്ട് ദ തോട്ട് അബൌട്ട് ദ ക്രുവൽറ്റീസ് ഓഫ് മാൻ ഓൺ നേച്ചർ ഫിൽസ് ഹിസ് ഹാർട്ട് വിത്ത് സാഡ് തോട്ട്സ്. അവിടെ ശ്രദ്ധിക്കുക, ക്രുവൽറ്റീസ് അത് അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ദ ക്രുവൽറ്റീസ് ആണ്. മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതകളെക്കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മോശം ചിന്തകൾ നിറയ്ക്കുന്നു. ഹി ബിലീവ്സ് പ്ലാന്റ് ഫ്ലവേഴ്സ് ആൻഡ് ബേർഡ്സ് ആർ ലിവിങ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. അദ്ദേഹം വിശ്വസിക്കുന്നത് പ്രകൃതിയിലുള്ള ചെടികളും മരങ്ങളും പൂക്കളും പക്ഷികളും ഒക്കെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നു എന്നാണ്. നേച്ചർ ഗിവ്സ് ദം മച്ച് പ്ലഷർ. പ്രകൃതി അവർക്ക് വലിയ പ്ലഷർ നൽകുന്നു, വലിയ സന്തോഷം നൽകുന്നു. ബട്ട് മെൻ ക്യാൻ ഫൈൻഡ് ഔട്ട് ദി റിയൽ പ്ലഷർ വിച്ച് ഈസ് ഗിവൺ ബൈ നേച്ചർ. പക്ഷേ മനുഷ്യന് പ്രകൃതി നൽകുന്ന ആ ഒരു സന്തോഷത്തെ ആസ്വദിക്കാനോ കണ്ടെത്താനോ കഴിയുന്നില്ല. ഇറ്റ് പെയിൻസ് ഹിസ് ഹാർട്ട്. അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. ദ പോയറ്റ് യൂസ് വേരിയസ് ടൈപ്സ് ഓഫ് ഇമേജസ് ആൻഡ് പോയറ്റിക് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഇൻ ദി പോയം. ഈ പോയത്തിൽ ഒരുപാട് പോയറ്റിക് ഫിഗർ ഓഫ് സ്പീച്ചുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇമേജസ്, വിഷ്വൽ ഇമേജുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ദ പോയം ഫോളോസ് ABAB റൈം സ്കീം. ABAB എന്ന റൈം സ്കീമിലാണ് ഈ പോയം പോകുന്നത്. 1000 ബ്ലെൻഡഡ് നോട്ട്സ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഹൈപ്പർബോൾ എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസിൻ്റെ എക്സാമ്പിളാണ് 1000 ബ്ലെൻഡഡ് നോട്ട്സ്. ഹി കോൾസ് നേച്ചർ ആസ് ഹെർ വിച്ച് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പേഴ്സണിഫിക്കേഷൻ. പ്രകൃതിയെ ഹെർ എന്ന് വിളിക്കുന്നത്, അവൾ എന്ന് സംബോധന ചെയ്യുന്നത് പേഴ്സണിഫിക്കേഷൻ എന്ന പോയറ്റിക് ഡിവൈസിൻ്റെ ഒരു എക്സാമ്പിളാണ് എന്നും പറയുന്നു. ഇതും